ഹലോ ഫ്രണ്ട്സ്, ജിൻഡോയാണേ. ഇന്ന് ഞങ്ങൾ കുഞ്ഞുവിൻ്റെ നേഴ്സറിയിൽ നിന്ന് ഒരു പിക്നിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേരൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രാവശ്യം നേഴ്സറിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാവരും അവരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിക്നിക്ക് അവരെ പേരൻസിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നേഴ്സറിയോട് തൊട്ട് ചേർന്നിട്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു പിക്നിക്ക്. അവിടെ വെച്ച് കുട്ടികൾക്ക് ഒത്തിരി മത്സരങ്ങളും പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ചാക്കിലോട്ടം, ഇതുപോലെ അങ്ങനെ പല വിധത്തിലുള്ള മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മത്സരങ്ങൾ, അതെല്ലാവരും നല്ല മത്സര ബുദ്ധിയോടുകൂടി കളിച്ചു. എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ലെമൺ റൈസാണ്. ലെമൺ റൈസ് കുട്ടികൾ അതൊക്കെ വെച്ചിട്ട് ഓടുന്നു. ലെമൺ ഇല്ല, പകരം ഒരു പ്ലാസ്റ്റിക് മുട്ടയും ഒരു സ്പൂണാണ് കൈ കൊടുത്തേക്കണേ. സ്പൂണിൽ മുട്ട വെച്ചുകൊണ്ട് ഓടണം. കുഞ്ഞുവിനെ കണ്ടോ, മുട്ട ഒരു കയ്യിൽ സ്പൂൺ ഒരു കയ്യിൽ, അങ്ങനെയാണ് ഓട്ടോ മത്സരമൊക്കെ ജയിച്ചത്. കുട്ടികൾക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ, പേരൻസിനും ഒരു ചെറിയ മത്സരമൊക്കെ അവർ വെച്ചു. ഇതിന് സമ്മാനമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് വേണ്ടി മാത്രമായിട്ട്. അതിന് ഞങ്ങൾ അവിടെ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് ഈ പ്രാവശ്യം കുട്ടികൾക്ക് അവിടുന്ന് വിട്ടുപോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ലീവേഴ്സ് ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടീഷർട്ടിൽ കുട്ടികളുടെ പേര് ബാക്കിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതെല്ലാം ഇട്ടിട്ട് കുട്ടികളെ ഗ്രൗണ്ടിൽ നിർത്തി അവരെ എന്തോ ഒരു സോങ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരുത്തി പാടിക്കുകയും പിന്നെ എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം പേരൻസിനെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി. ഇതൊക്കെ ഒരു വളരെ രസകര പരിപാടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തീർന്നിട്ടില്ല, പിന്നെയും കുറേ ഗെയിംസുകളൊക്കെ അവർക്ക് കൊടുത്തു. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് പലരും കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം അങ്ങനെ വീതം വെച്ച് കുട്ടികൾക്ക് കൊടുത്തു. അവരെല്ലാവരും അവിടെ ഇരുന്ന് നിരത്തിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. ഈ ഒപ്പം തന്നെ അവരുടെ ഗ്രാജുവേഷൻ സെറമണിയാണ് നടത്തി കേട്ടോ. കുഞ്ഞിന് സർട്ടിഫിക്കറ്റും മെഡലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. 2 മണിക്കൂറായിരുന്നു പരിപാടി. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. തിരിച്ചു പോകുന്ന വഴിക്ക് തൊട്ടടുത്തൊരു പാർക്കുണ്ട്. പുള്ളിക്കാരി അത് ലക്ഷ്യം വെച്ചാട്ടോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ പാർക്കിലും കയറി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോയിട്ടോ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.